ഇത് എപ്പോഴും കഴിക്കുമ്പോൾ എന്താ പറയുക, ഈ വറ്റിച്ചത് ശരിക്കും ചട്ടിയിലാണെങ്കിലും ഈ പാത്രത്തിലിട്ട് കഴിക്കണം. ആ എൻ്റെ ഗുമ്മ അടിപൊളി. ഇന്ന് നമ്മൾ നല്ല കിടിലൻ മത്തി മുളകും പുളിയിട്ട് വറ്റിച്ച കോഴിക്കോട്ടെ മലപ്പുറത്തെ ഒരു കിടിലൻ ഐറ്റം ഉണ്ടാക്കാൻ പോകുന്നത്. നോക്കിയാലോ, ഇതത്ര പുതിയ ഐറ്റം ഒന്നുമല്ല, എന്നാൽ ഒരിക്കലും പുതുമ നശിക്കാത്ത ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ. ചില പാചക വിദഗ്ധരൊക്കെ 5 മിനിറ്റ് കൊണ്ട് ചുരുങ്ങിയ സാധനങ്ങൾ കൊണ്ട് ഉണ്ടാക്കുന്ന കറി എന്നൊക്കെ പറയാറുണ്ട്. എന്നാൽ നാട്ടിലുള്ള സാധനങ്ങൾ മൊത്തം ഇട്ട് കറി വെച്ച് വരുമ്പോൾ ഒരു ബിരിയാണി ഉണ്ടാക്കേണ്ട സമയം വരും. അത്രയും എളിമ ഞാൻ കാണിക്കുന്നില്ല. സാധനങ്ങളൊക്കെ മുൻകൂട്ടി റെഡിയാക്കിയാൽ മാക്സിമം ഒരു 15 പോട്ടെ ഒരു 20 മിനിറ്റ് അത്രേ വരുള്ളൂ. പിന്നെ ഇത് ഈ 4 ഭാഗത്തൂടെ ഒലിച്ചു പോകുന്നൊരു കറിയല്ല കേട്ടോ. ഒരു സൈഡിൽ വെച്ച് ചോറും കൂട്ടി ആസ്വദിച്ച് കഴിക്കാൻ പറ്റും. ഇത് ഉണ്ടാക്കുന്ന സമയത്ത് 2 ആൾക്കാരെ സ്മരിക്കാതെ വയ്യ കേട്ടോ. ഒന്ന്, ഇതെന്നെ പറയാതെ പഠിപ്പിച്ച എൻ്റെ സ്വന്തം ചേച്ചി. അവളെപ്പോഴാണോ ഇതൊക്കെ പഠിച്ചത്? ഐ തിങ്ക് അളിയൻ്റെ വീട്ടിൽ പോയതിനു ശേഷമായിരിക്കും. എന്തായാലും അവൾ ഉണ്ടാക്കുന്നതിനൊക്കെ ഒരു പ്രത്യേക സ്വാദാണ് കേട്ടോ. രണ്ടാമത്തത് എൻ്റെ ഫ്രണ്ട് ശ്രീജിത്താണ്. അവൻ കഴിഞ്ഞ ദിവസം മത്തി വെറ്റിച്ച് കറി ഉണ്ടാക്കി പറഞ്ഞപ്പോഴാണ് എനിക്ക് ഇതൊന്ന് ഓർമ്മ വന്നത്. സോ 2 പേർക്കും ഒത്തിരി താങ്ക്സ്, ഇത് നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യാൻ സാധിച്ചതിൽ. പിന്നെ ഈ ഒരു കറിയുടെ പ്രത്യേകത പറഞ്ഞാൽ ഇത് നല്ല പുളിയും എരിവും ചേർന്ന ഒരു ക്രീമി കൺസിസ്റ്റൻസിയാണ് കേട്ടോ. ഇതിലുള്ള ചേരുവകളൊക്കെ മറക്കാതെ ചേർക്കണം, എന്നാലേ ഈ ഒരു ഔട്ട്പുട്ട് കിട്ടുള്ളൂ. അപ്പോൾ ട്രൈ ചെയ്തിട്ട് എല്ലാവരും ഒന്ന് റിവ്യൂ പറയണം. താങ്ക്സ് ഫോർ വാച്ചിങ്.